നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ നാളെ ഒരിക്കൽ നമ്മളെക്കുറിച്ച് ആരും ആലോചിക്കില്ല. അതുപോലെ സിനിമയിൽ നിന്ന് അഭിനയത്തിൽ നിന്ന് വിട്ടുമാറിയാൽ നാളെ നമ്മളെക്കുറിച്ച് ആരും ഓർക്കില്ല എന്ന് പലരും കരുതുമായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ചെയ്തു തീർത്ത കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങളിലൂടെ എല്ലാവരും നമ്മളെ ഓർക്കും. അതൊരു ഉറപ്പാണ്. അത്തരത്തിലൊരു ഉറപ്പിലൂടെ കടന്നുപോയിരുന്ന ഒരു നടിയാണ് നടി ബിന്ദു വാരാപ്പുഴ. എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിൽ ജനനം. അവിടെ നിന്ന് പിന്നീട് സിനിമയിലേക്കെത്തി. ശരിക്കും പറഞ്ഞാൽ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് താരം മികച്ച രീതിയിൽ മുന്നേറിയത്. സിന്ദൂരം, സമയം, സിനിമാല, വല്ലാർപാടത്തമ്മ, പ്രിയങ്കരി എന്നുടങ്ങിയ നിരവധി സീരിയലിൽ അഭിനയിച്ചു. അവരുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറി. 1991 മുതൽ ശരിക്കും പറഞ്ഞാൽ 2000-ങ്ങളിൽ വരെ സജീവമായി സാന്നിധ്യമായി നിന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹ്രസ്വചിത്രങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അവസാനം ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുള്ളൊരു ചിത്രം എന്ന് പറഞ്ഞത് ഉട്ടോപ്പിയിലെ രാജാവ് എന്ന് തന്നെയാണ്. മൈ ഡിയർ മമ്മി, വൂണ്ട്, വിക്രമാദിത്യൻ തുടങ്ങി നിരവധി സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. 1991 ചെറിയ വേഷങ്ങൾ ചെയ്ത് തുടങ്ങിയതാണ്. പിന്നീട് അടിപൊളി സിനിമകളെല്ലാം ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരം ഭർത്താവിൻ്റെ മരണശേഷം മകളുമായുള്ള ജീവിതത്തിൽ ഇപ്പോൾ സന്തുഷ്ടവതിയാണ്. വിവാഹത്തിന് ശേഷം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. ഈ നടിയെ ഇപ്പോഴും മറക്കാനാകാത്ത ഒരുപാട് പേരുണ്ട്. ഭർത്താവിൻ്റെ മരണശേഷം ബിന്ദുവിനും മകൾക്കും അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഒരു ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ തന്നെ ഭാര്യ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം താൻ അനുഭവിച്ചു. അതിനുശേഷം തൻ്റെ മകളും ഞാനും കൂടി ഒരുപാട് എനർജി എടുത്താണ് ജീവിക്കുന്നത്. അതിനുശേഷം തൻ്റെ ബിസിനസ്സിലേക്ക് നോക്കി നടത്തുകയാണ്. ഇപ്പോൾ ബിന്ദു വാരാപ്പുഴ ഒരു ബിസിനസ്സുകാരിയാണെന്ന് കൂടി പറയാം. പണ്ടത്തെ പോലത്തെ സിനിമകളൊന്നും തന്നെ ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് പ്രേക്ഷകർ അധികം തന്നെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. തേന്മാവിൻ കൊമ്പത്ത്, കാവടിയാട്ടം, സ്ഫടികം, ദ കിങ്, മിന്നാമിനുങ്ങും, മുന്നുകെട്ട് അങ്ങനെ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചൊരു താരം കൂടിയാണ്. പണ്ടത്തെ മിക്ക സിനിമകളിലെയും പ്രധാന താരം തന്നെയായിരുന്നു എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു വർഷം 5 or 10 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1999 2000-ങ്ങളിലൊക്കെ തന്നെ പിന്നീട് പടങ്ങൾ കുറഞ്ഞുവെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നേറുന്ന ഒരു ബിസിനസ് മേഖലയിലാണ് താരം ഇപ്പോൾ നിൽക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റെടുക്കാറുമുണ്ട്. 2011 ഭർത്താവ് രാജൻ വൃക്ക തകരാറ് മൂലം മരിച്ചത്. ഇപ്പോൾ ആ ദാമ്പത്യത്തിലുള്ള ഹിമ എന്ന പെൺകുട്ടിയോടൊപ്പമുള്ള ജീവിതം മാത്രമാണ് താരത്തിൻ്റെതായി ഉള്ളത്. 1967 ജനിച്ച എറണാകുളംകാരിയായി പിന്നീട് എറണാകുളത്ത് തന്നെ പഠിച്ച് പിന്നീട് ചലച്ചിത്ര നടിയായി, ഭാര്യയായി, അമ്മയായി, ഇപ്പോൾ ബിസിനസ്സുകാരിയായി ജീവിക്കുന്നു. ബിന്ദു എന്ന പേരിൽ തന്നെയാണ് വളർന്നതും. പിന്നീട് മലയാള സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ബിന്ദു വരാപ്പുഴയായത്. മലയാള സിനിമയിൽ 200ഓളം സിനിമകൾ ചെയ്ത നടിയാണ്. ഹിമ എന്ന മകളുമായി തൻ്റെ ജീവിതം വളരെയധികം സന്തോഷമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുന്നതിൽ തന്നെ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട്. ബിന്ദുവിൻ്റെ വാർത്തകൾ അറിയാൻ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. സ്വന്തമായി അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത്തരത്തിൽ പരിപാടികളുമായി ഇടയ്ക്കിടയ്ക്ക് ബിന്ദു വരാറുണ്ട്. മോഹൻലാലിൻ്റെ കടുത്ത ആരാധികയാണ്. ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആ വാർത്ത ഏറ്റെടുക്കുന്നത് എന്നുകൂടി പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി തന്നെ അതിവേഗം ഇത് മാറുന്നുമുണ്ട്. ബിസിനസ്സുകാരിയായി നിൽക്കുകയും അതിനോടൊപ്പം തന്നെ മകളെയും സ്വന്തം ബിസിനസ്സുകാരിയായി നിൽക്കുകയും അതിനോടൊപ്പം തന്നെ മകളെ സ്വന്തം കാലിൽ വളർത്തിയ ഒരു അമ്മ എന്ന നിലയിൽ തന്നെ, സിംഗിൾ മദർ എന്ന നിലയിൽ തന്നെ വളരെയധികം അഭിമാനവുമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.